Hi, hello, once again, welcome back to Home Notes. ഇനി ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ആസ് യൂഷ്വൽ ക്രാഫ്റ്റ് തന്നെയാണ്, പക്ഷേ ഈ ക്രാഫ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ചിന്തിക്കാത്തൊരു മെറ്റീരിയൽ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. എന്താണെന്നല്ലേ? വെളുത്തുള്ളിയുടെ തൊലി കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കണ്ടാൽ പറയില്ല ഇത് വെളുത്തുള്ളിയുടെ തൊലി കൊണ്ടാണ് ചെയ്തതെന്ന്, പക്ഷെ അത്ര ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മളിതിൻ്റെ ഒരു ബഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ നമ്മളിതിൻ്റെ ഫ്ലവർ വേസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. നിങ്ങൾക്ക് ഒട്ടും ബോറടിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. ഇങ്ങനത്തെ ഒരു വെളുത്തുള്ളി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഓരോരോ എതിരുകൾ മാറ്റി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ തൊലി പൊളിച്ചതാ ഇവിടെ ഞാൻ കുറേ തൊലികൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എതിരുകൾ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തണ്ടില്ല, ആ തണ്ടാണിത്. ആ തണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തണ്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാൻ പോവാണ്. അതിന് വേണ്ടി ഞാനിത് ചെയ്ത് വെച്ചിരുന്നൊരു തണ്ടെടുത്തു. ആ തണ്ടിലേക്ക് നമ്മൾ ഓരോരോ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ ഇതളകൾ, അതായത് തൊലികൾ നമ്മൾ ഒട്ടിച്ചെടുക്കാനാണ് പോകുന്നത്. ഓക്കെ, ഞാനിവിടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ അതിൻ്റെ അറ്റം ഒന്ന് ഷേപ്പ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒട്ടിക്കാൻ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് കയറി ഇരിക്കുമ്പോൾ നമുക്ക് ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടി ഞാൻ ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ ഗൺ ഇതിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. ഗ്ലൂ കൊണ്ടോട് ഒട്ടിക്കുന്നതായിരിക്കട്ടെ കുറച്ചും കൂടി എളുപ്പം, വേഗം ഒട്ടി കിട്ടുള്ളൂ. നമ്മൾ ഫെവിക്കോളൊന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ അത്ര വേഗം ഈസി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഫ്ലവർ പോലെ, പ്രത്യേകിച്ച് കളർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ കളർ ചെയ്യാം, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിലൊന്ന് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഓൾറെഡി 2 കൂടെ ഉണ്ടാക്കിയിരുന്നു. ഇതാണ് ഈ നേരത്തെ ഉണ്ടാക്കിയ 2 ഫ്ലവേഴ്സ്. ഇനി ബാക്കി ഞാൻ കുറച്ച് നല്ലോണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതും കൂടെ ഒട്ടിച്ചിട്ട് എല്ലാം കൂടെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തണ്ടിന് കുറച്ചും കൂടി നീളം വെക്കണം. നമ്മളിപ്പം എടുത്ത തണ്ടിനാണെങ്കിൽ ഇത് ഇത്രയല്ല നീളമുള്ളൂ. അപ്പം ഞാൻ കുറച്ചും കൂടി നീളം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുത്തു. ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കയറ്റി കൊടുത്തിട്ടേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇപ്പോൾ കമ്പിക്ക് വലിപ്പം കുറവല്ലേ, അപ്പോൾ തണ്ടിന് കുറച്ച് വണ്ണം കൂടുതലും കമ്പിക്ക് വലിപ്പം കുറവായതുകൊണ്ട് ഇവിടെ നമുക്കൊന്ന് ബാലൻസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ന്യൂസ് പേപ്പർ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ പേപ്പറുകളൊക്കെ ചുറ്റി എടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സിനൊക്കെ. ഇനി നമ്മളിതിന് ഗ്രീൻ ടേപ്പ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിലല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് തൽക്കാലം ഗ്രീൻ ടേപ്പ് ആകുമ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഗ്രീൻ ടേപ്പ് ടാപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ഈ കാണുന്നത്. ഗ്രീൻ ടേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഈ കാണുന്നതാണ് ഗ്രീൻ ടേപ്പ്. പിന്നെ ഓൾറെഡി ഒരു ചെറിയൊരു പശ ഉണ്ടാവും, അപ്പോൾ നമ്മൾ എക്സ്ട്രാ പശയൊന്നും ചുറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് ചുറ്റി എടുത്താൽ മതി. ഇതിന് ജസ്റ്റ് 20 റുപ്പീസേ ഉള്ളൂ. എല്ലാ സ്റ്റേഷനറി കടയിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബുക്ക് സ്റ്റാളിലൊക്കെ എന്തായാലും കിട്ടും. അപ്പം ഇത് നമ്മളിങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ ചുറ്റിയെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിത് എല്ലാം ചുറ്റിയെടുക്കട്ടെ. അപ്പോൾ ഞാനിതെല്ലാം ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലീഫാണ്. അപ്പോൾ ഈ ലീഫ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കും, നമ്മൾ കഴിഞ്ഞ ക്രാഫ്റ്റിൽ നമ്മൾ ഈ തേങ്ങാക്കൊലയുടെ ക്രാഫ്റ്റ് ചെയ്തില്ലേ, അപ്പോൾ അതിൽ ചെയ്ത ലീഫായിരുന്നു ഇത്. അപ്പോൾ കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഒരു ലീഫ് ഡയറക്റ്റ് ഇതിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം കുറച്ച് വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കി എടുക്കുകയാണ്. കാരണം ഈ ഒരു ഫ്ലവറിന് ഇത്രയും വലിപ്പം വരുമ്പം ആ ഫ്ലവറിൻ്റെ ഒരു ഭംഗി പോകുന്നവരെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിതിനെ കട്ട് ചെയ്ത് ചെറുതാക്കി എടുത്തിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ ലീഫും കൂടി വരുന്ന രീതിയിൽ നമ്മൾ ഗ്രീൻ ടേപ്പും കൂടെ ഒന്നും കൂടി ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ലീവ്സ് എടുക്കുന്നില്ല, കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഫ്ലവറിനുള്ള അറ്റൻഷൻ പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ലീവ്സ് കൊടുത്തിട്ട് നമ്മളൊരു ഫ്ലവർ വേസിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇനി ഇത്രയും
നമ്മൾ പല വലിപ്പത്തിലായിരിക്കും. നമുക്കിനി ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി അധികം വരുന്ന പോർഷനൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാം. ഓക്കെ, നമ്മുടെ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോക്കൂ, നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ വെളുത്തുള്ളിയുടെ തോല് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് കണ്ടാൽ പറയുമോ ഇതിപ്പോൾ നന്നായിട്ടില്ലേ? നമുക്കിനി എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്ലവർ വേസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പഴയ ഒരു സ്പ്രേ ബോട്ടിൽ, ഒരു കുഞ്ഞൊരു പെർഫ്യൂമിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം ഈ ബോട്ടിനെ ഒന്ന് ഇത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി കുറവില്ല, നമുക്കിനി ഒരു മോഡിഫൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടത് ഒരു പേപ്പറിൻ്റെ ഒരു ത്രെഡ്. ഈ ത്രെഡ് ഇനി മുമ്പത്തെ ഒരു ക്രാഫ്റ്റിൽ ചെയ്തിട്ട് ഞാൻ ചേട്ടന് കൊടുത്ത ഗിഫ്റ്റില്ല, അതിൻ്റെ ആ ഒരു ടോപ്പ് പോർഷനിൽ ഞാൻ ചുറ്റിയതിൻ്റെ ബാക്കി ത്രെഡാണിത്. അപ്പം ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പം അതിൽ അതിൻ്റെ ടോപ്പിൽ ഈ സെയിം ത്രെഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആ സെയിം ത്രെഡിനെ തന്നെ ഞാൻ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ വേണ്ടി പോവാണ്. ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ചുറ്റി. നമുക്ക് പല രീതിയിൽ നമുക്കിത് നമ്മുടെ എന്താ പറയുക, ബോട്ടിൽ നമുക്ക് ടെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ കുറച്ചൊരു എളുപ്പത്തിലും അതുപോലെ തന്നെ ഭംഗിയും എനിക്കിതാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഈ രീതിയിലൊന്ന് ചെയ്യാൻ പോവാണ്. ഇതാ നമ്മുടെ പെർഫ്യൂം ബോട്ടിൽ നമ്മൾ പേപ്പർ ത്രെഡ് ചുറ്റി എടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇപ്പം തന്നെ ആ ബോട്ടിൻ്റെ ലുക്ക് തന്നെ മാറിയില്ലേ. ഇനി നമ്മളിതാ ഈ ഒരു നമ്മുടെ ഫ്ലവർ, അതായത് നമ്മുടെ വെളുത്തുള്ളി ഫ്ലവർ ഇതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് നോക്കൂ, ഇത് കണ്ടാൽ പറയുമോ വെളുത്തുള്ളിയുടെ തൊലി കൊണ്ട് ചെയ്താണ്. അതുപോലെ തന്നെ ഈ ബോട്ടിൽ നമ്മുടെ സ്പ്രേ ബോട്ടിലാണ്, കണ്ടാൽ പറയുമോ? ഇല്ല അല്ലേ, അത്ര ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള ഈ വേസ്റ്റാക്കി കളയുന്ന വെളുത്തുള്ളിയുടെ തൊലി കൊണ്ട് നിങ്ങൾ എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഭയങ്കര രസമായിരിക്കും. നിങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും, എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫോട്ടോസൊക്കെ പറയുന്നത് പോലെ, എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എനിക്ക് അയച്ചു തരികയും ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ പുതിയ കുഞ്ഞു ഐറ്റംസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ, ബൈ.